സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളോട് ഏറ്റവും അധികം കരുണയുള്ള കാരുണ്യവാനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് അതിപ്രകാരമാണ്. സ്വഹാബികൾ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ രാത്രി സമയമായപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ തലയിൽ ഒരു ഹജർ, ഒരു മുറിവുണ്ടായി. അങ്ങനെ ആ സ്വഹാബി അന്ന് രാത്രി കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഇഹ്തിലാം അഥവാ സ്വപ്നസ്ഖലനം ഉണ്ടായി. നമുക്കറിയാം, പിറ്റേ ദിവസം എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കണമെങ്കിൽ കുളി വാജിബായ ഒരു ഘട്ടമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ആ സ്വഹാബി ഒരു ഫത്വ തേടുകയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കുളിക്കുകയാണോ, അതല്ല എനിക്ക് വല്ല റുഖ്സ ഇളവുമുണ്ടോ, തയമ്മും ചെയ്യാം? അങ്ങനെ ആ സ്വഹാബി മറ്റുള്ള സ്വഹാബിമാരുമായി കൂടി ആലോചിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അങ്ങേക്ക് ഒരു റുഖ്സയും കാണുന്നില്ല, അങ്ങ് കുളിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് അതനുസരിച്ച് ആ സ്വഹാബി എന്ത് ചെയ്യാണ്? കുളിക്കുകയാണ്. കുളിച്ച് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചു. ആ കാരണത്താൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് വരുന്നത്. അങ്ങനെ സ്വഹാബിമാർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തുന്ന ഒരു വല്ലാത്തൊരു പ്രയോഗമുണ്ട്. ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അള്ളാഹു അവരോട് പിണങ്ങട്ടെ എന്നുള്ളതാണ്. അത്രയും ഗൗരവത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അലാ സഅലൂ ഇദ് ലം യഅലമൂ, അവർക്കറിയില്ലാത്ത വിഷയമായിരുന്നുവെങ്കിൽ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്ന ഒരു ചോദ്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ നമുക്കറിയാത്തൊരു കാര്യം നമ്മളങ്ങ് ചെയ്യലല്ല, മറിച്ച് അറിവുള്ളവരോട് അതിനെക്കുറിച്ച് തേടലാണ് നമ്മൾ വേണ്ടത്. റസൂൽ വീണ്ടും പറയുന്നുണ്ട്, ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ, സംശയം ഒരു രോഗമാണ്, ആ രോഗത്തിനുള്ള മരുന്ന് എന്താണ്? അസ്സുആൽ, അതിൻ്റെ ആളുകളോട് അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അറിഞ്ഞുകൊണ്ട് ചെയ്യലാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നത് സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണല്ലോ. ഞാൻ എപ്രകാരമാണ് നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കേണ്ടതുണ്ട് അതാണ്. അതേപോലെ തന്നെ ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രയോഗവും ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ മൻസക്കുകൾ എന്നിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, റമദാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് റമദാൻ എന്നുള്ളതും എന്താണ് സൗം അഥവാ നോമ്പ് എന്നുള്ളതും അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കൽ ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, റബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്ര നോമ്പുകാരാണ്, അവർക്ക് ആ നോമ്പിലൂടെ കിട്ടുന്നത് വിശപ്പ് മാത്രമാണ്, പട്ടിണി മാത്രമാണ് അവർക്ക് ബാക്കിയാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ വറുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, എത്ര രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് അവർ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവരുടെ ആ രാത്രി ഉറക്ക് കുറേ പോകും എന്നുള്ളതല്ലാതെ വേറൊരു ഫായിദയും അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശമായിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാരണം അവർക്ക് നോമ്പിനെ കുറിച്ച് അറിവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിയായ ഒരു പഠനം നമുക്ക് നടത്തേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോമ്പിന് അറബിയിൽ സിയാം, സ്വൗം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. അവിടെ ലുഗവിയായ അഥവാ ഭാഷാപരമായി നമുക്കറിയാവുന്നതുപോലെ അൽ ഇംസാക്ക്, പിടിച്ചു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നുള്ളതൊക്കെയാണ് സ്വൗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇനി ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഇസ്തിലാഹിയായി ശർഈയായി മതപരമായി എന്താണ് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സൗമു ശർഅൻ, മതപരമായി നോമ്പ് എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹി സുബ്ഹാനഹു വതആല ബിൽ ഇംസാകി അനിൽ അക്ലി വശുർബി വസാഇരിൽ മുഫത്തറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബിശ് ശംസ്. സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, സുബഹി മുതൽ മഗ്രിബ് ബാങ്ക് വരെ അന്നപാനീയങ്ങളും അതേപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട സംസാരങ്ങൾ എന്നിവയെ തൊട്ട് ഒരാൾ പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇസ്ലാമികമായി നോമ്പ് എവിടെ നിന്നാണ് ആവിർഭവിച്ചത് എന്നുള്ളതും എന്തായിരുന്നു അതിൻ്റെ തുടക്കം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ആദ്യമായി നിർബന്ധമാക്കപ്പെട്ട നോമ്പ് എന്ന് പറയുന്നത് റമദാനിലെ നോമ്പല്ല, ആശൂറ അഥവാ മുഹറം 10 നോമ്പിനെ കുറിച്ചായിരുന്നു. പിന്നീട് ആ നിർബന്ധം എന്ന ആ ഒരു വിധി ദുർബലമാക്കുകയും മൻസൂഖാകുകയും റമദാനിലെ നോമ്പ് നിർബന്ധമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വല്ലാഹു അലം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും എന്ന സൂറത്തുൽ ബഖറയിലെ സിയാമുമായി ബന്ധപ്പെട്ട റമദാനുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗം അവതരിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ റമദാനിലെ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമായി ബാധ്യതയാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആർക്കൊക്കെയാണ് ഈ നോമ്പ് നിർബന്ധമായിരിക്കുന്നത്. ഏറ്റവും ആദ്യം മുസ്ലിം ആയിരിക്കണം. ഒരു മുസ്ലിം നോമ്പ് നോറ്റാലേ അതിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് ബുലൂഗെത്തണം അഥവാ പ്രായപൂർത്തി എത്തണം. ഇസ്ലാമിൽ നമുക്കറിയാം പ്രായപൂർത്തി എത്തിയ ഒരാളുടെ അമലാണ് സ്വീകരിക്കപ്പെടുന്നത് അല്ലാഹു അലം. മൂന്നാമത്തേത് നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ബുദ്ധി ഇല്ലാത്ത ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അത് അയാൾക്ക് ഫായിദയില്ല എന്നുള്ളതാണ് അല്ലാഹു അലം. നാലാമത്തേത് നമ്മൾ യാത്രക്കാരാണ് എങ്കിൽ നമുക്ക് നോമ്പ് നിർബന്ധമില്ല. അപ്പോൾ യാത്രയുടെ പരിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യമുള്ള ആളുകളായിരിക്കണം നോമ്പ് നോൽക്കേണ്ടത്. ഇപ്പം രോഗികൾക്ക് ഇളവുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് അറിയിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളോട് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, വിശ്വസനീയമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു ഡോക്ടർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് എടുക്കരുത് എന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മാത്രമേ രോഗിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു അലം. അല്ലാണ്ട് നമുക്കിങ്ങനെ ചെറിയൊരു ജലദോഷം അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ രോഗിയാണ് എന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. ആറാമതായി ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഹൈല് നിഫാസ് അഥവാ ആർത്തവ അല്ലെങ്കിൽ പ്രസവ രക്തം എന്നിവയിൽ നിന്നും ശുദ്ധിയുള്ള ആളുകളായിരിക്കണം നോമ്പ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നോമ്പ് എന്നാണ് എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൗ അൽ ഹിലാൽ, നിങ്ങൾ ആ മാസപ്പിറവി കാണുന്നത് വരെ നോമ്പ് എടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗ അൽ ഹിലാൽ. അതേപോലെ തന്നെ ചെറിയ പെരുന്നാൾ എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്, അത് ഇതേപോലെ തന്നെ മാസപ്പിറവി കണ്ടാലാണ്. ഇനി കണ്ടില്ലെങ്കിൽ ഫഇൻ ഗബിയ അലൈക്കും ഫഉദ്ദു 30. ഇനി വല്ല ചക്രവാളത്തിൻ്റെ വിഷയമോ മറ്റോ വന്നുകൊണ്ട് കാലാവസ്ഥാ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല എങ്കിൽ, കാണുന്നില്ല എങ്കിൽ, മറഞ്ഞ ഒരു അവസ്ഥയാണ് എങ്കിൽ 30 പൂർത്തിയാക്കി അടുത്ത 1 തുടങ്ങുക എന്നൊരു രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു സംശയം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അത് കണ്ടോ കണ്ടില്ലേന്ന്. അവിടെ ചില ആളുകൾ നോമ്പ് നോൽക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ കൃത്യമായ ആ വിഷയം പറയുന്നുണ്ട്, ലാ തുഖദ്ദിമു അശ്ശഹർ ഹത്താ തറവുൽ ഹിലാൽ ഔ തുകമ്മിലു അൽ ഇദ്ദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച ആ 2 നിബന്ധനകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരാൾ നോമ്പ് നോക്കാൻ പാടില്ല. എന്തൊക്കെയാണ് 2 നിബന്ധന? ഒന്നുകിൽ 29ാമത്തെ ദിവസം ഈ പറഞ്ഞ മാസപ്പിറവി ദർശിക്കണം, കാണണം. ഇനി അത് കണ്ടില്ല എങ്കിലോ 30 പൂർത്തിയാക്കി അടുത്ത 1 ആരംഭിക്കുകയും ചെയ്യണം. ഇനി അതല്ലാണ്ട് നമ്മൾ സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുണ്ട് വസ്വാസം ഉണ്ടാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സംശയ ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. മൻ സ്വാമൽ യൗമല്ലദീ യശുക്കു ഫീഹി
അതായത് സംശയമുള്ള ഒരു ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഫഖദ് അസ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അബുൽ ഖാസിം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരു പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഒരു സൂക്ഷ്മത എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിരു പ്രവർത്തിക്കലാണ് എന്ന് വളരെ കൃത്യമായി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോമ്പിലേക്ക് കടക്കുകയാണ്. ആ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാലുള്ള ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബുന വയർല റബ്ബുന വറബ്ബുക്കല്ലാഹ് എന്ന ഒരു പ്രാർത്ഥന ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പും നീയത്തും എന്ന ഒരു വിഷയം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നോമ്പിനെ എപ്പോഴാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഒരു നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ നമുക്കറിയാം നീയത്ത് എന്ന് പറയുന്നത് വാജിബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീയത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. തീർച്ചയായും ഏതൊരു കർമ്മങ്ങളും അതിൻ്റെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പ്രതിഫലം ഉണ്ടാവുക. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. ഓരോരുത്തർക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ നീയത്താക്കിയത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാട്ടിൽ രണ്ടൊരു അഭിപ്രായങ്ങൾ വരുന്നത്. രണ്ടാമതൊരു അഭിപ്രായം കയറുകയാണ്. അപ്പോൾ നീയത്ത് വേണമെന്ന് പറഞ്ഞു, നീയത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു നീയത്ത് ചൊല്ലിപ്പറയണം, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നോമ്പ് ഫസാദാകുന്നതാണ്. അപ്പോൾ രണ്ടാമത് വേറൊരു കക്ഷി പറഞ്ഞു നോമ്പിന് നീയത്ത് ചൊല്ലിപ്പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ നമ്മളോട് എന്ത് നോക്കണം എന്നാണ് പറഞ്ഞേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ ആ വിഷയത്തെ മടക്കുക എന്നുള്ളതാണല്ലോ. സ്വഹാബത്ത് എന്താണോ ചെയ്തത് അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ സേഫ് സോൺ. നമുക്ക് നോക്കാം എന്താണ് ആ വിഷയം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ആ ഹദീസ് പ്രകാരം നീയത്ത് വാജിബാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നീയത്ത് ചൊല്ലിപ്പറയണം എന്ന് മുൻഗണന നൽകുന്ന ആളുകൾ പറയാറുള്ള പല ന്യായീകരണങ്ങളുണ്ട്. അതിന് പല വാക്യങ്ങളും അവർ കൊടുക്കാറുണ്ട്. നവൈതു സൗമ അദിൻ അൻ അദായ ഫർ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്യം ചൊല്ലിപ്പറയാറുണ്ട്. അങ്ങനെ ഒരു ചൊല്ലിപ്പറയുക എന്നുള്ള ഒരു രീതി പുതുതായി ഉണ്ടായതാണ്. അതിനാണ് നമ്മൾ അറബിയിൽ ബിദ്അത്ത് എന്ന് പറയാറുള്ളത്. ഇപ്പം ബിദ്അത്ത് ചെയ്തുകൊണ്ട് ഒരാൾ ഫർളായ നോമ്പ് നോറ്റാൽ നോമ്പ് സ്വീകരിക്കപ്പെടും. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, ആമീൻ. ഇതുവരെ അങ്ങനെ അറിയാത്ത വിഷയത്തിൽ തെറ്റുകുറ്റങ്ങളും അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ താബികളോ തബഅ് താബികളോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മാതൃകയില്ല നീയത്ത് ചൊല്ലിപ്പറയുക എന്നത്. അതുകൊണ്ട് തന്നെ നീയത്തിൻ്റെ മഹല്ല് എന്ന് പറയുന്നത് അത് ഹൃദയമാണ്. നീയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. നീയത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നുള്ളതാണ്, വിചാരം, ഉദ്ദേശം എന്നുള്ളതൊക്കെ. അപ്പോൾ നാവ് കൊണ്ടൊരാൾക്ക് ഉദ്ദേശം വെക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തത് നോമ്പിന് മാത്രമാണോ നീയത്തുള്ളത്? അല്ല, നിസ്കാരത്തിന് നീയത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ പോലും വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നമ്മുടെ ഒരു മുസ്ലിമായ സഹോദരനെ നമ്മളൊരു പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചാൽ അതുവരെ കൂലി കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ ഹദീസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് വേണം? നമുക്ക് കൂലി വെക്കണം, നീയത്ത് വെക്കണം. അപ്പോൾ എന്താ ചൊല്ലി പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയിൽ അവിടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഫർളായ നോമ്പിൻ്റെ നീയത്ത് എപ്പോഴാണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ കൃത്യമായി ആ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. ലാ സിയാമ ലിമൻ ലം യുജ്മഅ ഖബ്ല ഫജ്ർ. ഫജ്ർ നിസ്കാരം അഥവാ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി ഒരാൾക്ക് ഫർളായ ഒരു നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നോമ്പ് അസാധുവാകും. അപ്പോൾ നോമ്പ് നമുക്ക് കിട്ടൂല, അത് പിന്നെ നോറ്റ് വീട്ടേണ്ടി വരും. അപ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞത് ഈ ഒരു അഭിപ്രായമാണ്. നിർബന്ധമായ നോമ്പിന് അഥവാ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റമളാനിലെ നോമ്പ്, അത് ഫജ്റിന് മുമ്പ് നമ്മൾ നീയത്ത് വച്ചിരിക്കണം എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഉറക്കത്തിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ നീ വിട്ടുപോകും. പിന്നെ ഫർള് നിസ്കാരമായിട്ടുള്ള സുബഹി നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ഓർമ്മ വരിക, പടച്ചോനെ നോമ്പിന് നീയത്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ
സുബഹി ബാങ്കിൻ്റെ ഇടയിൽ വരെ ഏതൊരു സമയത്തും നമുക്ക് നിയ്യത്ത് വെക്കാൻ സാധിക്കും. ഒന്നുകിൽ നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് നമുക്ക് നോമ്പിന് നിയ്യത്ത് വെക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നാളെ എനിക്ക് നോമ്പാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നിയ്യത്ത് നമുക്ക് വെക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ വിഷയത്തിൽ പ്രവാചകൻ നമുക്ക് മാതൃകയായിട്ടുള്ള വിഷയവുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതലായി അറിയാനും പഠിക്കാനും തയ്യാറാവുക, തെറ്റുകൾ തിരുത്താനും സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫയാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആ നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. രണ്ട് വിധത്തിലാണ്. ഒന്നാമത്തേത്, ആ നോമ്പ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും, അതേപോലെ തന്നെ പിന്നീട് അത് നോറ്റ് വീട്ടൽ നിർബന്ധമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു രൂപം എന്ന് പറയുന്നത്, നോമ്പ് ദുർബലപ്പെടുകയും ചെയ്യും, പിന്നീട് ആ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യണം, അതേപോലെ തന്നെ പ്രായശ്ചിത്തം നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൽ ജിമാ. കല്യാണം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നോമ്പുകാരായിട്ടുള്ള ആളുകൾ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ നോമ്പ് മുറിക്കുന്ന വിഷയവുമാണ്. മാത്രവുമല്ല ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ ആ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നോമ്പ് തന്നെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടുമാണ് പറഞ്ഞത്. 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകാൻ. രണ്ടാമത് അദ്ദേഹത്തോട് 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക എന്ന ഒരു വിധി അദ്ദേഹത്തോട് കൽപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ രണ്ട് താഴ്വരകൾക്കിടയിൽ എനക്കാണ് ഏറ്റവും കൂടുതൽ മിസ്കീൻ എന്ന പദവിക്ക് അർഹനായിട്ടുള്ള ആൾ. റസൂൽ പറഞ്ഞു, ഒന്ന് ഈ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കുടുംബം തിന്നോന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാത്രമുള്ള വിധിയാണത്. അപ്പോൾ ആ ഒരു ഹദീസിനടുത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു പരിപാടി ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ തെളിവെന്താ? ഈ സ്വഹാബിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തതാണ്. സഹോദരന്മാരെ, അവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത് ഫത്വയാണ്. ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊടുത്ത ഒരു ഇളവാണ്. ആ ഇളവ് വെച്ച് വിളവ് കാട്ടുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിച്ചത്. 60 ദിവസം നമ്മൾ തുടർച്ചയായി നോമ്പ് നോൽക്കേണ്ടി വരും. അതേപോലെ തന്നെ 60 മിസ്കീനുകൾക്ക് നമ്മൾ ഭക്ഷണം നൽകുക, അതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൽ ഇസ്തിംനാ. ചില ആളുകൾ അതിനെ മാസ്റ്റർബേഷൻ എന്ന് പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല ഇബാദത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഒന്നുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഉറക്കത്തിൽ എന്ത് ചെയ്യും, സ്വപ്നസ്ഖലനങ്ങൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുക ഉറക്കത്തിലാണ്, മനഃപൂർവ്വമല്ല എങ്കിൽ നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുകയുമില്ല. അല്ലാഹു അലം. മൂന്നാമതായി അൽ അക്ലു വഷുർബ്, അഥവാ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണപാനീയം എന്തെങ്കിലും തിന്നേ കുടിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നോമ്പ് മുറിയുകയും ചെയ്യും. മാത്രമല്ല ആ നോമ്പ് നമ്മൾ നോറ്റ് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിടയിലൊക്കെ പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിച്ച മാസമായ റമളാൻ മാസത്തിലും പിശാചിനേക്കാളും വലിയ പിശാചായി നമ്മളിൽ ചില ആളുകൾ മാറാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മേഖലയാണ് ഈ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വിഷയം. ഇപ്പോൾ നോമ്പ് കള്ളൻ എന്നൊക്കെ നമ്മൾ ചില ടാഗുകൾ തന്നെ ഉണ്ടാവും ചില കുട്ടികൾക്ക്. ചില കമ്പനിക്കാർക്ക് ഇവൻ നോമ്പ് കള്ളനാണ്, ഇവൻ തറാവി കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടാഗുകൾ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് അതിനൊരു പ്രചോദനമാകാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ, ഒരു ടാഗ് ഒരു രസമാണല്ലോ, മൊത്തത്തിലൊരു സെലിബ്രിറ്റി ആകുന്ന ഒരു കാര്യമാണല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നൊരു വിഷയത്തെ നമ്മൾ വേറെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതിനെ മുട്ടിച്ച് നമ്മൾ ഭയങ്കര സംഭവമാക്കാൻ നോക്കുമ്പോൾ
അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ തിന്മയിലേക്ക് നയിക്കാറുള്ള വസ്വാസ് നൽകാറുള്ള പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിച്ച മാസമാണ് റമദാൻ. ആ റമദാനിൽ പോലും ഹറാമായ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തോന്നുന്നുവെങ്കിൽ ഏറ്റവും വേഗത്തിൽ തൗബ തേടുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു പ്രതിവിധി. കാരണം അത്രയും ഡേഞ്ചറിലാണ് നമ്മളുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മുമ്പ് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അറിഞ്ഞുകൊണ്ടൊരാൾ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വായിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയുന്ന വിഷയമാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു അലം. നാലാമത്തത് ഭക്ഷണപാനീയങ്ങളുടെ പദവിയിലുള്ള ചില കാര്യങ്ങൾ, അഥവാ ശരീരത്തിന് പോഷണം നൽകുന്ന ന്യൂട്രീഷൻ ഇഞ്ചക്ഷനുകൾ ചില ആളുകൾക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇത് വയറിലേക്ക് നേരിട്ട് ചെന്നിട്ടില്ല എങ്കിലും ശരീരത്തിന് ഊർജ്ജം നൽകും എന്ന ഒരു വിഷയം കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതെന്ന് വെച്ചാൽ അങ്ങനത്തത് പാടില്ല എന്നുള്ളത്. എന്നാൽ അതല്ലാത്ത ചികിത്സാർത്ഥവുമുള്ള സാധാ ഇഞ്ചക്ഷനുകൾ പറ്റും എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ പ്രബലമായ ഒരു അഭിപ്രായമായി കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. അതേപോലെ തന്നെ മനഃപൂർവ്വം ചില ആളുകൾ വായിലേക്ക് കൈയിട്ട് കൊണ്ട് ഛർദ്ദിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇപ്പോൾ ചില കാരണങ്ങളാലാകും. അല്ലാഹു അലം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനഃപൂർവ്വം ഒരാൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയും അത് പിന്നീട് നമ്മൾ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമായിട്ടുള്ള ഒരു ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. അവസാനിപ്പിക്കാനുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആർത്തവമോ പ്രസവരക്തമോ ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് നോമ്പ് നോൽക്കേണ്ടതില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, നോമ്പ് തുറക്കാനാകുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചു, അങ്ങനെയാണ് എങ്കിൽ ആ നോമ്പ് മുറിയും. മാത്രവുമല്ല ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത്. വല്ലാഹു അലം. അതുകൊണ്ട് തന്നെ കൂടുതൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാനാണ് അഹ്ലർ റമദാൻ എന്ന പേരിൽ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയൊരു സമയം കണക്കാക്കിക്കൊണ്ട് നമ്മളും കുടുംബസമേതം അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.